വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. നമ്മളുടെ പ്രോഗ്രാമിങ്ങിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ചെയ്യേണ്ട സെറ്റിങ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട എക്സ്റ്റൻഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ സെറ്റിങ്സ് നിങ്ങളുടെ താഴെ ലെഫ്റ്റ് സൈഡിൽ മാനേജ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോയ ശേഷം ആദ്യം നമ്മൾക്ക് ചെയ്യേണ്ടത് വേർഡ് റാപ്പ് ഓൺ ചെയ്യണം. വേർഡ് റാപ്പ് ഓഫ് മാറ്റിയിട്ട് ഓൺ കൊടുക്കുക. നമ്മളങ്ങനെ ഓരോ സെറ്റിങ്സും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ജേസൺ ആയിട്ട് കോൺഫിഗറേഷൻ സേവ് ചെയ്യും. ആ ജേസൺ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെ UI ഇൻ്റർഫേസ് അല്ലാതെ നിങ്ങൾക്ക് ജേസൺ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജേസൺ കാണാൻ പറ്റും. എഡിറ്റർ വേർഡ് റാപ്പ് ഓൺ ചെയ്ത സമയത്ത് ആ ഒരു വാല്യൂ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നിങ്ങൾ ഓട്ടോ സേവ് എനേബിൾ ചെയ്യണം. ഓട്ടോ സേവ് ഓഫ് മാറ്റിയിട്ട് ഓൺ ഫോക്കസ് ചേഞ്ച് കൊടുക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾ ഒരു ഫയലിൻ്റെ ഫോക്കസ് വേറൊരു ഫയലിലേക്ക് മാറുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആ ഫയൽ സേവ് ചെയ്യും. മാനുവലായിട്ട് സേവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അടുത്തത് ചെയ്യേണ്ടത് ഫോർമാറ്റ് ഓൺ സേവ് ആണ്. ഫോർമാറ്റ് ഓൺ സേവ് എനേബിൾ ചെയ്തിടുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കോഡ് ചെയ്യുന്ന സമയത്ത് അലൈൻമെൻ്റ് ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഏത് ഫോർമാറ്റാണോ നിങ്ങൾ കോൺഫിഗർ ചെയ്തത് അതിനനുസരിച്ച് നിങ്ങൾ കോഡ് ഫോർമാറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം നിങ്ങൾക്ക് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 18 ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സെറ്റിങ്സിൽ അതും ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ സൈഡ് ബാറിൽ ഒരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡീഫോൾട്ട് ആയിട്ടുള്ള തീമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതായിരിക്കില്ല നിങ്ങളുടെ കളർ തീം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കളർ തീം ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങളുടെ കണ്ണിന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു തീം ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ തീം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കമാൻഡ് പാലറ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ കമാൻഡ് പാലറ്റ് ഓപ്പൺ ചെയ്യുന്നത് Ctrl+Shift+P അല്ലെങ്കിൽ Command+Shift+P ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കമാൻഡ് പാലറ്റ് ഓപ്പൺ ചെയ്തു വരും. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ എന്നുള്ളത് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കളർ തീമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ കളർ തീം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൽ കീബോർഡിൻ്റെ ആരോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് കളറിലൂടെയും നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്തിട്ട് ഏത് കളറാണോ നിങ്ങൾക്ക് കണ്ണിന് ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നുന്നത് ആ ഒരു കളർ ചൂസ് ചെയ്യാം. അതേപോലെ നമ്മളിവിടെ കോഡ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എസ്പെഷ്യലി ചെറിയ സ്ക്രീനൊക്കെ ആണെങ്കിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട് നമ്മുടെ VS കോഡിൽ. ഒന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഐക്കൺസ് കാണുന്നത് ആക്ടിവിറ്റി ബാർ എന്ന് പറയും. ആക്ടിവിറ്റി ബാറിൽ നമുക്ക് എക്സ്പ്ലോറർ ഉണ്ട്. ഓരോന്നിൻ്റെ ഷോർട്ട് കട്ട് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഇപ്പോൾ ഈ ഒരു എക്സ്പ്ലോററിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എൻ്റെ മാക്കിലായതുകൊണ്ട് Command+Shift+E ആണ്. Command+Shift+E. പിന്നെ സെർച്ചിന് Command+Shift+F. പിന്നെ സോഴ്സ് കൺട്രോളിന് Option+Shift+G ആണ്. പിന്നെ അതേപോലെ ഡീബഗ്ഗർ ഉണ്ട്. എക്സ്റ്റൻഷൻ Command+Shift+X ആണ്. അപ്പോൾ ഈ സൈഡ് ബാർ ഈ ആക്ടിവിറ്റി ബാറും പിന്നെ ഇതേപോലെ സൈഡ് ബാറും ഒക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ടോഗിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൈ ഡീഫോൾട്ട് ഈ ആക്ടിവിറ്റി ബാർ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ പോയിട്ട് ആക്ടിവിറ്റി ബാർ സെർച്ച് ചെയ്യാം. ആക്ടിവിറ്റി ബാർ വിസിബിൾ എന്നുള്ള ഓപ്ഷൻ ഞാൻ അൺചെക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ആക്ടിവിറ്റി ബാർ വിസിബിൾ ഫോൾസ് എന്ന് സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ആക്ടിവിറ്റി ബാർ ഇവിടെ കാണുന്നില്ല. ഇവിടെ എനിക്ക് സൈഡ് ബാർ ബൈ ഡീഫോൾട്ട് എനിക്ക് കാണണമെന്നില്ല. സൈഡ് ബാർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Command+B അല്ലെങ്കിൽ Ctrl+B ആണ്. അപ്പോൾ ഞാനൊരു Command+B പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീഫോൾട്ടായിട്ട് ക്ലോസ് ചെയ്യും. പിന്നെ എനിക്ക് ആവശ്യമുള്ള സമയത്ത് അത് എനേബിൾ ചെയ്താൽ മതി. പിന്നെ റൈറ്റ് സൈഡിൽ നിങ്ങളിവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലൂടെ കാണാൻ പറ്റുന്നത് അതാണ് മിൻ മാപ്പ് എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് കട്ട് വ്യൂ ആണ്. അതായത് നിങ്ങൾ വലിയൊരു ഫയലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഭാഗത്തേക്ക് നാവിഗേറ്റ് ചെയ്യാനൊക്കെ ഉപകാരപ്പെടുന്നതാണ്. പക്ഷെ അതൊന്നും എനിക്കിവിടെ ആവശ്യമില്ല. വളരെ റെയർ ആയിട്ട് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഹൈഡ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് മിൻ മാപ്പ് ഡിസേബിൾ ചെയ്യാം. വീണ്ടും സെറ്റിങ്സിൽ വരാം. സെറ്റിങ്സിൽ വന്നിട്ട് മിൻ മാപ്പ് സെർച്ച് ചെയ്യാം. മിനിമാപ്പ് എനേബിൾഡ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അത് കാണാൻ പറ്റുന്നില്ല. ഇനി അതേപോലെ തന്നെ താഴെ നമുക്കൊരു സ്റ്റാറ്റസ് ബാർ ഉണ്ട്. നമ്മളുടെ ഏത് ഫയലാണ് പിന്നെ ബ്രാഞ്ചിൻ്റെ നെയിം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സ്റ്റാറ്റസ് ബാർ എനിക്ക് താഴെ കാണാനുണ്ട്. സ്റ്റാറ്റസ് ബാർ നമുക്ക് വലിയ ഉപകാരമുള്ളതല്ല. നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും എന്നല്ലാതെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. അപ്പോൾ സ്റ്റാറ്റസ് ബാറും എനിക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാം. സ്റ്റാറ്റസ് ബാർ വിസിബിൾ അത് ഞാൻ അൺചെക്ക് ചെയ്യാണ്. അപ്പോൾ സ്റ്റാറ്റസ് ബാറും ഡിസപ്പിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ
VS കോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള നമുക്ക് കോഡ് ചെയ്യാൻ മാത്രമായിട്ടുള്ള എൻവയോൺമെൻറ്റ് കാണാൻ പറ്റും. വേറെ ഒന്നും ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്പേസിങ്ങും കണ്ണിനുള്ള പ്രോപ്പറായിട്ടുള്ള കൺട്രോളും നമുക്ക് കിട്ടും. അല്ലാതെ ലെഫ്റ്റ് സൈഡിൽ സൈഡ് ബാറും അല്ലെങ്കിൽ സൈഡ് ബാർ റൈറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാം, അതിൻ്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യാം. എന്നിരുന്നാൽ കൂടെ നമ്മൾ ഫോക്കസ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രോപ്പറായിട്ട് ഫുൾ സ്ക്രീനിൽ കോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ VS കോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നല്ലൊരു ശതമാനം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട പ്ലഗിൻസ് ആണ്. എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. എക്സ്റ്റൻഷൻസ് സൈഡ് ബാർ നമ്മൾ ഓൾറെഡി ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കമാൻഡ് ഷിഫ്റ്റ് പി അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് പി പ്രസ് ചെയ്തതിന് ശേഷം എക്സ്റ്റൻഷൻസ് എന്ന് സെർച്ച് ചെയ്യാം. അതിൽ ഷോ എക്സ്റ്റൻഷൻസ് അല്ലെങ്കിൽ കമാൻഡ് ഷിഫ്റ്റ് എക്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻസ് കാണാൻ പറ്റും. എക്സ്റ്റൻഷൻസിൽ ഇവിടെ നമുക്ക് ഏത് എക്സ്റ്റൻഷൻസ് ആണോ വേണ്ടത് സെർച്ച് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് HTML ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെമ്പററി കണ്ടന്റ്, ഡെമോ കണ്ടന്റ് ഒക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോറം ഇപ്സം ഇൻസ്റ്റാൾ ചെയ്യണം. ലോറം എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ലോറം ഇപ്സം ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടത് സ്പെൽ ചെക്ക്. നമ്മൾ കോഡിലൊക്കെ നമ്മൾ നെയിമൊക്കെ കണ്ടന്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൽ ചെക്കർ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എല്ലാ ഫയൽസിലും നമ്മൾ ചെയ്തിട്ടുള്ള ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള വേരിയബിൾസ്, ഫംഗ്ഷൻ നെയിം, ഇതൊക്കെ മറ്റുള്ള ഫയൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോ കംപ്ലീഷൻ വരാൻ വേണ്ടിയിട്ട് ഓൾ ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഓൾ ഓട്ടോ കംപ്ലീറ്റ്. അതേപോലെ തന്നെ ഓട്ടോ ഇമ്പോർട്ട് എന്ന് പറയുന്ന ടൈപ്പ് സ്ക്രിപ്റ്റിനും ജാവാ സ്ക്രിപ്റ്റിനും ഒക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കോഡ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ള ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോ ഇമ്പോർട്ട് എന്ന് പറയുന്ന എക്സ്റ്റൻഷനും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന മറ്റുള്ള കുറച്ച് എക്സ്റ്റൻഷൻസ് ആണ്. VS കോഡിൻ്റെ സെറ്റിങ്സിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യാം. ഓട്ടോ ക്ലോസ് ടാഗ്, അതായത് നിങ്ങളൊരു ടാഗ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് HTML ഏതെങ്കിലും ഒരു ടാഗ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഓട്ടോ കംപ്ലീഷന് വേണ്ടിയിട്ടുള്ള പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് അത് സെറ്റിങ്സിലും കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ഇനി ഓട്ടോ റീനെയിം ടാഗ്, അതായത് ഒരു ടാഗിൻ്റെ ഓപ്പണിങ്സ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്ലോസ് ടാഗ് കൂടെ റീനെയിം ചെയ്യുന്ന ഓപ്ഷനാണ് ഓട്ടോ റീനെയിം ടാഗ്. അതുകൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഒരു പ്രോപ്പറായിട്ടൊരു പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റിന് വേണ്ട പ്ലഗിൻസ് എന്ന് പറയുന്നത് ബെറ്റർ കമൻറ്റ്സ്. ബെറ്റർ കമൻറ്റ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഓരോ ഫംഗ്ഷനൊക്കെ എഴുതുന്ന സമയത്ത് അതിൻ്റെ ടോപ്പിൽ പ്രോപ്പറായിട്ടുള്ള കമൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ ഫംഗ്ഷൻ്റെ വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റ്സ്, ഇതേപോലെ കമൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബെറ്റർ കമൻറ്റ്സ് എന്ന് പറയുന്ന പ്ലഗിൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് CSSൽ കളറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കളർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ ഹൈലൈറ്റ് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം. നിങ്ങൾ എക്സ്റ്റൻഷൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ്റ്റൻഷനിന് മുകളിൽ ഫിൽറ്റർ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സോർട്ട് ബൈ ഇൻസ്റ്റാൾ കൗണ്ട് എന്ന് കൊടുക്കാം. അങ്ങനെ വന്ന സമയത്ത് ഏതാണ് കൂടുതൽ ഇൻസ്റ്റാളേഷൻ വന്നിട്ടുള്ളത് അതിനനുസരിച്ച് സോർട്ടിങ് ആവും. അപ്പോൾ അവിടെ അതിന് കൊടുക്കാനുള്ള കമാൻഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പ്രെറ്റിയർ ആണ്. പ്രെറ്റിയർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പ്രെറ്റിയർ കോഡ് ഫോർമാറ്റർ ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ ആവുന്ന സമയത്ത് പ്രെറ്റിയർ ആയിരിക്കും നിങ്ങളുടെ ഫയൽസ് ഒക്കെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള .env എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പ്രൊജക്റ്റിലൊക്കെ env ഫയൽ കോൺഫിഗർ ചെയ്യാനാണ്. അത് പിന്നീട് നിങ്ങൾ env ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എഡിറ്റർ കോൺഫിഗ് എന്ന് പറയുന്നത് പ്രെറ്റിയർ പോലെ തന്നെ അക്രോസ് പ്രോജക്റ്റ് എല്ലാ ടീമിനും ഒരേ കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റിങ്സ് ചെയ്തു വെക്കാൻ പറ്റും ഒരു കോൺഫിഗറേഷൻ ഫയലിൽ. അതായത് സെമികോളൻ യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ സിംഗിൾ കോട്ട് യൂസ് ചെയ്യണോ, ഡബിൾ കോട്ട് യൂസ് ചെയ്യണോ, ഇങ്ങനെയൊക്കെയുള്ള പ്രോജക്റ്റ് വൈഡ് കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലഗിനാണ് എഡിറ്റർ കോൺഫിഗ് എന്ന് പറയുന്നത്. പ്രെറ്റിയറും ഇതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഗിറ്റ് ലെൻസ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഫയലിലുള്ള ഗിറ്റിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് ലെൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ PHP ഉപയോഗിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ PHP ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ PHP ഇൻ്റലിഫൻസ് എന്ന് പറയുന്ന പ്ലഗിൻ ഉപയോഗിക്കണം. PHP ഇൻ്റലിഫൻസ് ഉപയോഗിക്കുന്നത് ഓട്ടോ കംപ്ലീഷനും അതേപോലെ തന്നെ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഫങ്ഷനാലിറ്റീസ് PHP ഇൻ്റലിഫൻസിലുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾ ലാറാവൽ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ലാറാവൽ ആർട്ടിസാൻ
ലാറാവൽ ആർട്ടിസാൻ പ്ലഗിൻ ഉപയോഗിക്കണം. നിങ്ങളുടെ ലാറാവലിൻ്റെ ആർട്ടിസാൻ കമാൻഡ്സ് ഒക്കെ VS കോഡിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ലാറാവൽ ആർട്ടിസാൻ കമാൻഡ് പ്ലഗിൻ കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ ടു ഡു ഹൈലൈറ്റ് അല്ലെങ്കിൽ ടു ഡു ട്രീ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോഡിൽ ചെയ്തിട്ടുള്ള ടു ഡു എവിടേക്കാണ് നിങ്ങൾ ടു ഡു മാർക്ക് ഇട്ട് വെച്ച് പിന്നീട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഡു എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ച് എവിടേക്കാണെന്നുള്ളത് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലഗിനാണ് ടു ഡു ട്രീ. അതേപോലെ PHPൻ്റെ നെയിം സ്പേസ് പ്രോപ്പറായിട്ട് ഏതെങ്കിലും ഒരു നെയിം സ്പേസ് ഉള്ള ക്ലാസ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റൻഷനാണ് PHP നെയിം സ്പേസ് റിസോൾവർ. PHP കോഡിംഗ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട വേറൊരു എക്സ്റ്റൻഷനാണ് PHP CS ഫിക്സർ. അതേപോലെ നമ്മൾക്ക് ഐക്കൺ തീം ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഐക്കൺ തീം ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലഗിനാണ് മെറ്റീരിയൽ ഐക്കൺ തീം. അതായത് ഞാനിവിടെ എൻ്റെ സൈഡ് ബാർ എനേബിൾ ചെയ്യുന്നുണ്ട്, Command B. ഞാനിപ്പോൾ ഉള്ളത് എക്സ്റ്റൻഷൻ ഓപ്ഷനിലാണ്. അപ്പോൾ എനിക്ക് സൈഡ് ബാർ എൻ്റെ ആക്ടിവിറ്റി ബാർ കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് Command Shift P കൊടുത്തതിന് ശേഷം ടോഗിൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ടോഗിൾ ആക്ടിവിറ്റി ബാർ വിസിബിലിറ്റി. അവിടെ എനിക്ക് എൻ്റെ എക്സ്പ്ലോറർ കാണാൻ പറ്റും. എക്സ്പ്ലോററിൽ ഇപ്പോൾ ഓരോ ഫയലിൻ്റെ നേരെ ഐക്കൺസ് കാണാൻ പറ്റും. ഇത് ഏത് ഫയലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ള ഐക്കൺസ് കാണാം. അവിടെ എനിക്ക് ഇതിൻ്റെ ആ ഒരു ഐക്കൺ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു HTML പ്രോജക്റ്റിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫയൽസ് ഉണ്ടാവും. അതായത് നമ്മൾക്ക് HTML ഫയൽസ് ഉണ്ടാവും, CSS ഫയൽസ് ഉണ്ടാവും, JavaScript ഫയൽസ് ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെയുള്ള പ്രോപ്പറായിട്ട് നല്ലൊരു ഐക്കൺ വേണമെന്നുണ്ടെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐക്കൺ തീംസ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും Command Shift P പോയിട്ട് ഐക്കൺ തീംസ് സെലക്ട് ചെയ്യാം. പ്രിഫറൻസസ് ഫയൽ ഐക്കൺ തീം. ഇവിടെ പ്രിഫറൻസസ് ഫയൽ ഐക്കൺ തീം എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ അഡീഷണൽ ഫയൽ ഐക്കൺ തീം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. അതിൽ മെറ്റീരിയൽ ഐക്കൺ തീം, അതൊരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു തീമാണ്. ആ തീം ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം അത് ആക്ടിവേറ്റ് ചെയ്യാം. മെറ്റീരിയൽ ഐക്കൺ തീം ആക്ടിവേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ എക്സ്പ്ലോററിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഫോൾഡേഴ്സിനും ഫയൽസിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ഐക്കൺസ് എല്ലാ ഫയൽസിനും റെപ്രസെൻറ്റ് ചെയ്യുന്ന അതിൻ്റെ ലോഗോ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഐക്കൺസ് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ സൈഡ് ബാർ, അതായത് ഫയൽസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സൈഡ് ബാർ ടോഗിൾ ചെയ്യാം. അതിന് Command B അല്ലെങ്കിൽ Control B യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ എക്സ്പ്ലോറർ. ഈ എക്സ്പ്ലോറർ ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് വേണം. അതായത് നിങ്ങൾ എക്സ്റ്റൻഷൻ ടാബിലാണ്, അവിടുന്ന് നിങ്ങൾക്ക് എക്സ്പ്ലോററിലേക്ക് പോകണം. ഈ ആക്ടിവിറ്റി ബാർ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോററിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ? Command Shift E ആണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഷോർട്ട് കട്ടാക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ സെറ്റിങ്സിൽ പ്രിഫറൻസസിൽ പോയിട്ട് നിങ്ങളുടെ സെറ്റിങ്സിൽ കീബോർഡ് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. കീബോർഡ് ഷോർട്ട് കട്ടിൽ വന്നതിന് ശേഷം അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇവിടെ സെർച്ചിൻ്റെ എക്സ്പ്ലോറർ ആണ്. അപ്പോൾ എക്സ്പ്ലോറർ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഈ ഷോ എക്സ്പ്ലോററിന് Command Shift E ആണ് ഇപ്പോൾ ഇവിടെ അസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഷോർട്ട് കട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ എഡിറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ഷോർട്ട് കട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഷോർട്ട് കട്ട് പ്രസ് ചെയ്യുക. അതായത് എനിക്ക് എക്സ്പ്ലോറർ വേണ്ടത് Command E ആണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ Command E പ്ലേസ് ചെയ്തു. അപ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് കമാൻഡ് ഉണ്ട്. അതായത് ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്ന വേറൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം ചേഞ്ച് ചെയ്യും. അത് എഡിറ്റ് ചെയ്തിട്ട് Command Shift E കൊടുക്കും. അതിനുശേഷം എക്സ്പ്ലോറർ വന്ന് ചേഞ്ച് ചെയ്യും. ഷോ എക്സ്പ്ലോററിൽ വന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷം Command E കൊടുത്തു. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്തു. ഇനി ഞാൻ സൈഡ് ബാർ ടോഗിൾ ചെയ്തു. അതിനുശേഷം ആക്ടിവിറ്റി ബാർ ഞാൻ ഹൈഡ് ചെയ്യാണ്. Command Shift P ടോഗിൾ ആക്ടിവിറ്റി ബാർ വിസിബിലിറ്റി. ഇവിടെ ഇനി എനിക്ക് എക്സ്പ്ലോററിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ Command E പ്രസ് ചെയ്യാം.